നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബിയാൻഡ് ഡയമണ്ട് ടു റയൽ മാഡ്രിഡ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡീലാണത്. പക്ഷെ അതങ്ങ് കംപ്ലീറ്റ് ആകുന്നില്ല. ഒഫീഷ്യൽ പ്രഖ്യാപനം വരുന്നില്ല. എന്താണ് ഇതിന് പുറകിലുള്ള വിഷയം? ഒരു ഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആർബി ലീപ്സിഗ് അത്ര പോസിറ്റീവായിട്ട് ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നില്ല എന്നതാണ്. ഫ്ലോറിയൻ പ്ലറ്റൻബർഗ് ഒക്കെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ആർബി ലീപ്സിഗിൻ്റെ പ്രീ സീസൺ സ്ക്വാഡിൽ ഡയമണ്ടേ ഇല്ല. അത് കൃത്യമായിട്ട് റയൽ മാഡ്രിഡിലേക്കുള്ള മൂവാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അതിപ്പോഴും ഒഫീഷ്യൽ പ്രഖ്യാപനം വരാത്തത്? ചില നിയമക്കുരുക്കുകൾ ഉണ്ട് എന്ന് ഡിയാരിയോ AS റിപ്പോർട്ട് ചെയ്യുന്നു. സ്പാനിഷ് മാധ്യമത്തിൻ്റെ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. ബിയാൻഡ് ഡയമണ്ട് ടു റയൽ മാഡ്രിഡ് ഹാസ് നോട്ട് ബീൻ അനൗൺസ്ഡ് യെറ്റ് ബിക്കോസ് ഡയമണ്ടേഴ്സ് ഫോർമർ ഏജന്റ് മാക്സ് ഗ്രേഡൽ ഈസ് അലയിങ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഇൻ ഹിസ് ടേംസ് വിത്ത് ദി പ്ലെയർ. അതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അത് മാക്സ് ഗ്രേഡൽ ഡയമണ്ടയുടെ ഫോർമർ ഏജൻറ്റ്. അപ്പം ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹവും താരവുമായിട്ടുള്ള കോൺട്രാക്റ്റിൽ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു നിയമപ്രശ്നം. റയൽ മാഡ്രിഡ് എന്നാൽ ഈ ഡീലിന് വേണ്ടി നെഗോസിയേറ്റ് ചെയ്തത് റോക്ക് നേഷനുമായിട്ടാണ്. അവരാണ് താരത്തിൻ്റെ പുതിയ ഏജൻറ്റ്. റയൽ മാഡ്രിഡിന് അറിയില്ല, ഈ ഫോർമർ ഏജൻറ്റുമായിട്ടുള്ള വിഷയം റയൽ മാഡ്രിഡിന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതൊരു മേജർ ഇഷ്യൂ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാക് ഗ്രേഡിൽ ഒരു കംപ്ലൈൻറ്റ് ഫിഫയ്ക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതിൻ്റെ വേർഡിക്റ്റ് വരാതെ, അതിൻ്റെ ഒരു തീരുമാനം വരാതെ ഈ ഡീല് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഫിഫ ഏത് രൂപത്തിൽ ഇതിൽ തീരുമാനമെടുക്കും? ഫിഫ ഒരു പക്ഷേ ഡയമണ്ടയ്ക്ക് ഒരു പ്രൊവിഷണൽ ലൈസൻസ് ഈ ഡീല് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിലേ വരുത്താനും സാധ്യതയുണ്ട്. ഓർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓർ ടു കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ദി ട്രാൻസ്ഫർ. ഈ ട്രാൻസ്ഫർ തടയാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ 3 സാധ്യതകളും അവിടെ നിലനിൽക്കുകയാണ്. ഒന്നുകിൽ താരത്തിന് ഒരു പ്രൊഫഷണൽ ലൈസൻസ് കൊടുക്കുക, അങ്ങനെ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവുക. അതല്ലെങ്കിൽ ഒരു ഡിലേ, ഈ ട്രാൻസ്ഫർ ഡിലേ എന്നുള്ള രൂപത്തിലേക്ക് വരാം. അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യപ്പെടാം. ഇതാണ് ഇപ്പോൾ DRUAസിൻ്റെ റിപ്പോർട്ട്. സോ ഇവിടെ എവറിത്തിങ് വാസ് ഡൺ ബിറ്റ്വീൻ റയൽ മാഡ്രിഡ് ആൻഡ് ആർബി ലീപ്സിഗ്. എല്ലാ കാര്യങ്ങളും റെഡിയാണ്, സജ്ജമാണ്. പക്ഷേ ഇനിയിപ്പം ആ ഒരു ഇഷ്യൂ റിസോൾവ് ആവണം. ആ പ്രോബ്ലം, ഈ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളതിൽ ഒരു തീരുമാനം വരണം. അതുവരെ ഡീല് ഒഫീഷ്യൽ പ്രഖ്യാപനം വൈകുമെന്ന് തന്നെയാണ് DRUAസിൻ്റെ റിപ്പോർട്ട്. കൂടാതെ മറ്റു ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുള്ളത് ഈ ഇഷ്യൂ കംപ്ലീറ്റ് ചെയ്യണം, ഓൾറെഡി അത് അവിടെയുണ്ട്. അതുകൂടാതെ തന്നെ ആർബി ലീപ്സിഗിന് ഒരു പകരക്കാരനെ സൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സമയം കൂടി വെയിറ്റ് ചെയ്യുന്നതാണ് അറിയുന്നത്. ഏതായാലും ഡയമണ്ട് ടു റയൽ മാഡ്രിഡ് അത് നടക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ചില നിയമക്കുരുക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.